ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആളെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ടിട്ടല്ലാതെ കല്യാണത്തിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്നെ കൊന്നാലും ശരി. നീ എന്താ ജോലിക്ക് ആളെടുക്കാൻ പോണോ ഇന്റർവ്യൂ ചെയ്യാൻ? അത് ചേട്ടൻ കലക്കി. ജോലിക്കാണെങ്കിൽ ഒരാൾ ശരിയായില്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ മാറ്റിയെടുക്കാം. ഇതത് പറ്റില്ലല്ലോ. ഒരിക്കൽ കഴുത്ത് നീട്ടിയ ജീവിതകാലം മുഴുവൻ അത് സഹിച്ചില്ലേ പറ്റൂ. അവള് പറയണത് ശരിയല്ലേ? മതി മതി, ഇനി അതിന്റെ പേരിലൊരു കോലാഹലം വേണ്ട. നീ ഇത്തിരി സാമ്പാർ ഒഴിച്ച്. നമ്പറും പിടിയില്ലാണ്ട് ഇവിടെ വരും. നീ മീശയോട് ചോദിച്ചേ. അപ്പോഴേ മീശക്കാരൻ ചേട്ടു, നമ്മുടെ ഈ ഉത്തമന്റെ വണ്ടി ഈ സ്റ്റാൻഡിലല്ലേ കിടക്കണേ? അതെ, ആളൊന്നും എത്തിയിട്ടില്ലേ? പിന്നെ ഓട്ടം പോയിരിക്ക, ഇപ്പോഴെത്തും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നേ. അതെയാ? ആ, എന്താ? അല്ല, അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ. അതെ. ഉത്തമൻ വന്നല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ? ഞങ്ങൾ ഉത്തമനെ കാത്തു നിന്നതാ. വിശേഷിച്ച? ഏയ്, ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. പ്രശ്നോ? നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം. ചാരന്മാരെ ഏതൊക്കെ രൂപത്തിലെ പ്രത്യക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചേട്ടാ, അതെ, പഞ്ചർ പഞ്ചർ അതിലേം പറ്റിച്ച്. എന്താ കാര്യം? വേറെ ഒന്നുമില്ല. ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി, ഒരു ആഗ്രഹം. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു കാര്യം, ഇന്റർവ്യൂ ചെയ്യുമ്പോ അബദ്ധമൊന്നും വായത് വീണു പോകരുത്. ഇന്റർവ്യൂവിൽ മിടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് നടക്കാം. ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത്, അതങ്ങോട്ട് മറന്നേക്കുക. ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. പേടിക്കണ്ട, ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ? വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ അറിയില്ലേ. അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. എങ്ങനെ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളടാ ഓട്ടോക്കാരാ. അല്ല, പേടിക്കാനൊന്നുമില്ല. ഈ വീണടം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു. കേട്ട് കാണും, വീണയിടത്ത് വിദ്യാധരൻ. ഒളിമ്പിക്സ് അല്ലേ? അപ്പൊ ഒരുങ്ങിക്കോ. നാളെ ഇന്റർവ്യൂ, സമയം രാവിലെ 10 മണി, സ്ഥലം എന്റെ വീട്. ഞാൻ തകർത്ത് തരാം. അല്ല, ഇന്റർവ്യൂ ഗംഭീരാക്കി തരാന്ന്.